നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ AG's ഓഫീസിലേക്ക് ഇപ്പോൾ SFIയുടെ പ്രതിഷേധ മാർച്ച് അതിലേക്ക്. ഈ മാസം 3-ന് നടന്ന നീറ്റ് പരീക്ഷയാണ് ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോപണങ്ങൾ CBI അന്വേഷിക്കുമെന്നാണ് ദേശീയ പരീക്ഷാ ഏജൻസിയും അറിയിച്ചിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ AG's ഓഫീസിലേക്ക് SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഈ മാസം 3-ന് നടന്ന നീറ്റ് പരീക്ഷയാണ് ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിനെതിരെയാണ് AG's ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച്. തീർച്ചയായും ഈ മാസം 3-ന് നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് വ്യാപകമായി ചോർന്നത്. ഇത് സംബന്ധിച്ച് രാജസ്ഥാൻ പോലീസ് കേസെടുക്കുകയും വലിയ ഒരു വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ ഇപ്പോൾ SFI പ്രതിഷേധ മാർച്ച് AG's ഓഫീസിലേക്ക് നടത്തുന്നത്. പോലീസുമായി വലിയ നിലയിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും ഈ പോലീസ് വെച്ചിട്ടുള്ള ബാരിക്കേഡ്, അതായത് AG's ഓഫീസിന് മുന്നിലായി സെക്രട്ടേറിയറ്റിന് സമീപത്തായി പോലീസ് സ്ഥാപിച്ചിട്ടുള്ള പ്രവർത്തകരെ തടയുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡ് പ്രവർത്തകർ മറികടന്നു. അതിന് മുന്നോടിയായി ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഇപ്പോൾ AG's ഓഫീസിന്റെ ഗേറ്റിന് മുന്നിലെത്തി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ചില പ്രവർത്തകർ മതിൽക്കെട്ടിനകത്തേക്ക് കടന്നിട്ടുണ്ട്. അവർ അതിന്റെ മുകളിൽ കയറി നിന്നും ഉൾപ്പെടെ പൊടി വീശിക്കൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. ഏതായാലും വലിയ ഒരു വിഷയമായി തന്നെ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള ഒരു കെടുകാര്യസ്ഥതയാണ് നീറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ ഈ 3-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്ന് പോകുന്ന ഒരു സാഹചര്യം വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് കാലങ്ങളായി ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന, വലിയ നിലയിൽ പരിശ്രമിക്കുന്ന, പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികളുടെ പരീക്ഷ ഉൾപ്പെടെ അവതാളത്തിലാകുന്ന, അവരുടെ ഭാവി ഉൾപ്പെടെ അവതാളത്തിലാകുന്ന നിലയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഈ വിഷയങ്ങളെല്ലാം പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയമാണ് SFI ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായുള്ള AG's ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ AG's ഓഫീസിനകത്തേക്ക് കടന്നിട്ടുള്ളത്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്നും നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. നേരിയ നിലയിൽ ഒരു പക്ഷേ ലാത്തി ചാർജിലേക്ക് ഉൾപ്പെടെ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും മാറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ക്രമത്തിൽ പോലീസും നിൽക്കുകയാണ്. വലിയ ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ പോകുന്നു.
കമലേഷ്, അവിടെ പോലീസ് പ്രവർത്തകരെ തടയുന്നതായിട്ട് കാണാം. വലിയ രീതിയിൽ ഒരു ഉന്തും തള്ളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അവന്തിക, തീർച്ചയായും പോലീസ് പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ ഈ ഏജിസ് ഓഫീസിന് മുന്നിലായി ബാരിക്കേഡ് സ്ഥാപിച്ചാണ് പ്രവർത്തകരെ തടയാനുള്ള ഒരു ശ്രമം നടന്നത്. ആ ബാരിക്കേഡ് മറികടന്നും ഒക്കെ പ്രവർത്തകർ അകത്തേക്ക് കയറി ഈ ഗേറ്റിന് മുന്നിൽ പോലീസ് അവരെ തടയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ഗേറ്റ് ഉൾപ്പെടെ തുറന്നുകൊണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിനകത്താണ് ഇപ്പോൾ പോലീസ് അവരെ തടയുന്നത്. വലിയ നിലയിലൊരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. നിലവിൽ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളുമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെ വലിയ നിലയിൽ പോലീസ് പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇവിടെ കാണാനാകുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ പോലും നിരവധി വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വിഷയം അതിന്റെ ഗൗരവത്തോടെ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് SFI വലിയ പ്രതിഷേധ മാർച്ച് ഏജിസ് ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത്. ആ മാർച്ചിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യ 2 ഘട്ടങ്ങളിലായി, അതായത് ബാരിക്കേഡ് ഉൾപ്പെടെ പ്രവർത്തകർ മറികടന്ന് ഏജിസ് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കമലേഷ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പരീക്ഷ റദ്ദാക്കിയത് മൂലം ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും സ്വപ്നങ്ങളും ഒക്കെയാണ് ഇല്ലാതാകുന്നത്. വർഷങ്ങൾ കൊണ്ടിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്നു, അത് ഒരു സുപ്രഭാതത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ പെട്ടെന്ന് തന്നെ ഒരു അറിയിപ്പുമില്ലാതെ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് അവിടെ ഇല്ലാതാകുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പലയിടങ്ങളിലായിട്ട് നടക്കുന്നത്. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഈ മാസം 3-ന് നടന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ AGS ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധ പ്രകടനം.